ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS കേരള യുവജന സമ്മേളനം തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള വാർത്തകളും വിശേഷങ്ങളുമായി 70 സ്റ്റോറീസ് നിങ്ങളിലേക്ക് വരികയാണ്. നമ്മളോടൊപ്പം SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി RP ഹുസൈൻ മാസ്റ്റർ ചേരുന്നുണ്ട്. നാളെ മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ കടന്നു വരികയാണ്. അവരെങ്ങനെയാണ് സമ്മേളന നഗരിയിലേക്ക് എത്തേണ്ടത്, ഏതൊക്കെ രൂപത്തിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളാണ്, ക്രമീകരണങ്ങളാണ് അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് RP ഹുസൈൻ മാസ്റ്റർ നമ്മളോട് അറിയിക്കുന്നതാണ്. സമ്മേളനത്തിൽ എത്തുന്ന പ്രതിനിധികൾക്ക് ബസ് മാർഗവും ട്രെയിൻ മാർഗവുമാണ് ആമ്പലിലേക്ക് എത്താനുള്ള സംവിധാനമുള്ളത്. സ്വന്തമായി വാഹനത്തിൽ വരുന്നവർക്കും ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള വരുന്ന ആളുകൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയാൽ ആമ്പല്ലൂരിലെ ടോൾ പ്ലാസ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്ത ആമ്പല്ലൂർ സെൻട്രൽ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ സമ്മേളന നഗരിയിലേക്ക് നടന്നെത്താവുന്നതാണ്. എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ടോൾ പ്ലാസ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആമ്പല്ലൂർ സ്റ്റോപ്പിൽ എത്തിയാലും സമ്മേളന നഗരിയിലേക്ക് നടന്നുകൊണ്ട് എത്താവുന്നതാണ്. ട്രെയിൻ മാർഗം വരുന്നവർ പുതുക്കാട് സ്റ്റോപ്പുള്ള ട്രെയിനുകളാണെങ്കിൽ പുതുക്കാട് ഇറങ്ങിയാൽ ഒരു ഓട്ടോ വഴി ഏകദേശം ഒരു 70 രൂപ കൊടുത്താൽ സമ്മേളന നഗരിയിലേക്ക് എത്താം. ഈ രൂപത്തിലാണ് യാത്രകൾ ക്രമീകരിക്കേണ്ടത്. ടോള് വഴി വരുന്ന ആളുകളൊക്കെ ടോള് കൊടുക്കേണ്ടി വരും. വൺ സൈഡ് ടോള് 180 രൂപയാണ്. ടോളിൻ്റെ റെസീറ്റിൽ 90+90 എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് അപ്പ് ആൻഡ് ഡൗൺ അല്ല, വൺ സൈഡ് തന്നെയാണ്. ഹാഷ്ടാഗ് ഇല്ലാത്ത ആളുകൾ 150 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് തർക്കിക്കാതെ പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് 5 പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗസ്റ്റുകൾക്കുള്ള 2 പാർക്കിങ്ങും പബ്ലിക്കിന് വേണ്ടി എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയുള്ള 5 പാർക്കിങ്ങും 3 പാർക്കിംഗ് അളവ് 5 പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 പാർക്കിങ്ങിലേക്ക് ഗസ്റ്റുകൾക്കൊഴികെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ടോൾ വഴി കടന്നു വരേണ്ടതില്ല. ടോൾ ഇല്ലാതെ തന്നെ പാർക്കിങ്ങിലേക്ക് എത്താം. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം നടന്ന് സമ്മേളന നഗരിയിലേക്ക് എത്താവുന്നതാണ്. നമ്മളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആമ്പല്ലൂരാണ്. ആമ്പല്ലൂരിലേക്ക് എത്താനുള്ള വഴികളാണ് RP ഹുസൈൻ മാസ്റ്റർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ ആമ്പല്ലൂരിലേക്ക് എത്തിച്ചേരാനുള്ള വ്യത്യസ്തങ്ങളായ വഴികളുണ്ട്. നമ്മൾ സ്വന്തമായി വരുന്ന വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് പാർക്കിംഗ് സൗകര്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ യാത്രാക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ട്രാഫിക് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ മനോഹരമായ രീതിയിൽ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടങ്ങിയ അറിയിപ്പുകൾ, ഈ പോസ്റ്ററുകളൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ പാർക്കിംഗ് ഏരിയയിലെ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി വ്യാപകമായി ഷെയർ ചെയ്യപ്പെടും. അതനുസരിച്ച് പരിഹരിച്ചാൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾക്ക് ഒരു പാർക്കിങ്ങും വടക്ക് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾക്ക് ഒരു പാർക്കിങ്ങുമാണ്. ഈ പാർക്കിംഗ് സൗകര്യം അവരവർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നാഷണൽ ഹൈവേയിൽ ആമ്പല്ലൂരിൽ എന്തായാലും തിരക്ക് പിടിച്ച സ്ഥലമാണ്. സൗകര്യങ്ങൾ പരിമിതമാണ് നമ്മുടെ സമ്മേളന വലിപ്പം നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്ക് സമ്മേളന കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ കഴിയും. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ സമ്മേളന നഗരിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനും സമ്മേളനത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ആസ്വദിക്കാനും നമുക്ക് തീർച്ചയായും സാധിക്കും.